സഭയ്ക്ക് വന്ദനം. ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന സഭയാണ്. ഈ സഭയിൽ ചർച്ച ചെയ്യുന്ന വിഷയം നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ വിദ്യാഭ്യാസം എന്നതാണ്. നിർമ്മിത ബുദ്ധി എന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കൊടുത്ത ഒരു ഏകദേശ പരിഭാഷയാണ്. ഏകദേശ പരിഭാഷ എന്ന് പറയുന്നത് ബുദ്ധി ഇൻ്റലിജൻസും സമമല്ല എന്ന് നമുക്കറിയാം. എങ്കിലും മറ്റൊരു പദം അതിന് ഉപയോഗിക്കാനില്ലാത്തത് കൊണ്ട് ഇൻ്റലിജൻസ് എന്ന ദിക്കിൽ ബുദ്ധിയെന്ന് ഉപയോഗിക്കുന്നു. ബുദ്ധിയെ ബുദ്ധി കൊണ്ട് അറിയാൻ സാധിച്ചാൽ പോലും അത് നിർവചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നാം ബുദ്ധിയെ ലക്ഷണം ഉപയോഗിച്ചാണ്, ലക്ഷണത്തെ അടിസ്ഥാനമാക്കിയാണ് ബുദ്ധിയെ പറയാറ്. അങ്ങനെയുള്ള ബുദ്ധിയെ ലക്ഷണം ഉപയോഗിച്ച് അറിയുന്ന ബുദ്ധിയുടെ ചില പ്രവർത്തനങ്ങളെ യന്ത്രം കൊണ്ട്, മെഷീൻ കൊണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആ ലക്ഷണങ്ങളെ ലക്ഷണ രൂപമായ ബുദ്ധിയെ അനുകരിക്കാം എന്നതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഒരു വിഷയമായി എടുത്തത് വാസ്തവത്തിൽ വിദ്യാഭ്യാസം എന്ന ഏറ്റവും പരമപ്രധാനമായ ജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യമായ വിദ്യ നേടുക എന്ന വിഷയം എടുക്കുകയാണെങ്കിൽ അത് ഭാരതം ആധ്യാത്മിക വിദ്യയെയാണ് വിദ്യയായി, പരമമായ വിദ്യയായി കണ്ടത് എന്നതുകൊണ്ട് ആ വിഷയം ഒരുപക്ഷെ വളരെ പഴയ കാലങ്ങളിലേക്കോ അല്ലെങ്കിൽ ചരിത്രങ്ങളിലേക്കോ ഒക്കെ പോകുമെന്നതുകൊണ്ടുകൂടി സമാപന സഭയിൽ ഭാവിയെ സംബന്ധിക്കുന്ന ഒരു വിഷയം വേണം എന്നതുകൊണ്ടായിരിക്കണം അധികാരികൾ ഇങ്ങനെയൊരു വിഷയം സമാപന സഭയ്ക്ക് നിർദ്ദേശിച്ചത്. വിദ്യാഭ്യാസം എന്നത് ബുദ്ധിയുടെ ശിക്ഷണം തന്നെയാണ്. അതിൻ്റെ ആദ്യകാലങ്ങളിൽ, വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യകാലങ്ങളിൽ പെർപ്പച്വൽ ലേണിംഗ്, ഇന്ദ്രിയാനുഭൂതിയെ കൃത്യമായി വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന തരത്തിൽ ബുദ്ധിയെ വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിലും പിന്നീടത് ഭാവനയെയും മറ്റ് ഉന്നതമായ ലക്ഷ്യങ്ങളെയും നേടാൻ വേണ്ടി ശിക്ഷണം നേടുക എന്നതായി മാറും. അങ്ങനെ വരുമ്പോൾ ഈ യന്ത്രം ഇടയിലേക്ക് വന്ന് കയറിയാൽ നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും അത് ബാധിക്കും. അങ്ങനെ ഏതൊക്കെ മേഖലകളെ ബാധിക്കുന്നു എന്നത് ചർച്ച ചെയ്യാൻ വേണ്ടി കോഴിക്കോട് സ്ഥാനീയ സമിതി ഈ സംസ്ഥാന സമ്മേളനത്തിന് തൊട്ട് മുമ്പ് എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തൊഴിൽ മേഖലയെ, വിശേഷിച്ചും IT സെക്ടറിനെ ബാധിക്കുന്നത് എന്ന് ചർച്ച ചെയ്തു. ടാറ്റ LXCയുടെ ഡിവിഷൻ ഹെഡും അതുപോലെ മെറ്റാഡാറ്റ എന്ന ഗ്ലോബൽ കമ്പനിയുടെ വൈസ് പ്രസിഡൻറ്റും വന്നിരുന്നു. അതുപോലെ തന്നെ അക്കാഡമിക് രംഗത്ത് നിന്ന് NITയിലെ പ്രൊഫസർ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അതിലുള്ള ഗവേഷണ സാധ്യതകളെപ്പറ്റിയും ഗവേഷണ ആവശ്യകതയെപ്പറ്റിയും അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ കോഴിക്കോട്ടെ വിചാരകേന്ദ്രത്തിൻ്റെ സഭയിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഭാഗം ചർച്ച ചെയ്തിരുന്നു. അത് യൂട്യൂബിൽ അവൈലബിളാണ്. ഇന്ന് ചർച്ച ചെയ്യുന്നത് വിദ്യാഭ്യാസത്തെ എങ്ങനെ അത് ബാധിക്കും, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം എന്ന വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഇത് ചർച്ച ചെയ്യാൻ മുഖ്യമായി ഈ വിഷയത്തെപ്പറ്റി നമ്മെ ഉദ്ബോധിപ്പിക്കാൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ പ്രൊഫസർ ഡോക്ടർ P. രവീന്ദ്രൻ ആണ്. അദ്ദേഹം അടിസ്ഥാനപരമായി കെമിസ്ട്രി പ്രൊഫസറാണ്. അപ്ലൈഡ് കെമിസ്ട്രി, നാനോ സയൻസ് എന്നീ മേഖലകളിൽ, അതുപോലെ ഗ്രീൻ കെമിസ്ട്രി, കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി എന്നീ മേഖലകളിലെ ഗവേഷണത്തിന് പേരുകേട്ട ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം 2024 മുതൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. പുലാമന്തോൾ സ്വദേശിയായ ഡോക്ടർ P. രവീന്ദ്രൻ സാറിനെ ഈ സഭയിലേക്ക്, വേദിയിലേക്ക് സസ്നേഹം സാദരം സ്വാഗതം ചെയ്യുന്നു. ഈ സമാപന സഭയുടെ അധ്യക്ഷൻ, ഈ സമാപന സഭയിൽ മറ്റിരിക്കുന്ന ആർക്കും ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല, എങ്കിലും ഔപചാരികതയുടെ പേരിൽ പറയട്ടെ. ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ സഞ്ജയേട്ടൻ, അധ്യക്ഷനായ ഡോക്ടർ CV ജയമണി, അദ്ദേഹം
സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സയൻസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. സമിതിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ സന്തോഷ് കുമാർ, അദ്ദേഹം NSS എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസറാണ്. ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായ ഡോക്ടർ S. ഉമാദേവി, ഇവർക്കൊക്കെ സാദരം സ്വാഗതം ചെയ്യുന്നു. ഈ സഭയിൽ വിഷയം അവതരിപ്പിച്ച ശേഷം കുറച്ച് സമയം ചോദ്യങ്ങൾക്ക് സമയമുണ്ടായിരിക്കും. ഈ സഭയിൽ പങ്കെടുക്കാൻ, ആക്റ്റീവായി ബൗദ്ധികമായി പങ്കെടുക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അധ്യക്ഷത വഹിക്കാൻ ഡോക്ടർ CV ജയമണി സാറിനെ സാദരം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. 3 ദിവസത്തെ അതിഗംഭീരമായ ചർച്ചയ്ക്കും സമ്മേളനങ്ങൾക്കും സംവാദങ്ങൾക്കും ശേഷം സമാപന സമയം വന്നിരിക്കുകയാണ്. സമയപരിമിതിയാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. നിറഞ്ഞ സദസ്സിൽ സമാരംഭിച്ച ഉദ്ഘാടന സഭയും തീരെ ശുഷ്കം എന്ന് ഞാൻ പറയുന്നില്ല, അത് എന്നെയും കൂടി ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് തീരെ ശുഷ്കമല്ല, എങ്കിലും ഏകദേശം നിറഞ്ഞു നിൽക്കുന്ന സമാപന സഭയും ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തിന് ആവേശം പകരുന്നതാണെന്ന് തന്നെ ഞാൻ പറയുന്നു. ആദ്യമായിട്ട് തന്നെ ഇത്രയും ഗംഭീരമായിട്ട് കോഴിക്കോട് വെച്ചിട്ട്, കോഴിക്കോടെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക മമതയുണ്ട്. കാരണം തലശ്ശേരി ടൗണ്, കണ്ണൂർ ടൗണ്, കോഴിക്കോട് നഗരമായിരുന്നു ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത്. അതുമാത്രമല്ല, മോഹിപ്പിക്കുന്ന ഹലുവയും അതുപോലെ ചിപ്സും ഒക്കെ കിട്ടുന്ന, എനിക്ക് തോന്നുന്നു ലോകത്തിൽ എവിടെയെങ്കിലും മിഠായി തെരുവ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതുപോലെ ഒരു സാഹിത്യകാരൻ ഒരു ദേശത്തിൻ്റെ കഥ എഴുതിയതാണ്. ഇപ്പോൾ KP കേശവമേനോൻ മുതൽ ഇവിടെ നമ്മുടെ MA സാറ് വരെ ഇരിക്കുന്ന ഒരു സാഹിത്യത്തിൻ്റെ ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ച ഒരുപാട് പേര് കോഴിക്കോട് ഓർമ്മിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ എല്ലാ ആചാര്യന്മാരെയും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല. പക്ഷേ പ്രാതസ്മരണീയരായിട്ടുള്ള ഒരുപാട് സാഹിത്യകാരന്മാർ ജീവിച്ച ഒരു പ്രദേശമാണ് കോഴിക്കോടെന്ന് മാത്രം ഉപയോഗിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പ്രത്യേകത തോന്നിയത്, എൻ്റെ മാതൃ സർവകലാശാലയിൽ ഇപ്പോഴിരിക്കുന്ന വൈസ് ചാൻസലറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഞങ്ങളുടെ 3 ദിവസ പരിപാടിയിൽ ഇത് 3ാമത്തെ വൈസ് ചാൻസലറാണ് പരിപാടിയിൽ പങ്കെടുക്കുന്ന എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ മാസ്റ്റേഴ്സ് പഠിച്ചത് കോഴിക്കോട് സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അവിടെ തന്നെ PhD ചെയ്തു. 5 വർഷം എനിക്കവിടെ അധ്യാപകനായിട്ടിരിക്കാൻ സാധിച്ചു. അതിനുശേഷം നിരന്തരം ആ സർവകലാശാലയുമായിട്ട് എനിക്ക് പലതരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ വന്ന ഉടനെ എൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. രജിസ്ട്രാറായിട്ട് ഇപ്പോൾ വീണ്ടും അധ്യാപകനായിട്ട് തിരിച്ചുപോയ ഒരാളിനെക്കുറിച്ച് ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു ബന്ധവും ഉണ്ട്. നമ്മൾ 3 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം പിരിഞ്ഞു പോവുകയാണ്. ആവേശമുണ്ട്, ആദർശം ഉള്ളിൽ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. നമുക്ക് 2026 ഈ പ്രവർത്തനം പൂർവാധികം ഭംഗിയായിട്ട് മുന്നോട്ട് പോകണം, പൂർവാധികം ഭംഗിയായിട്ട്. കാരണം വികസിത ഭാരതം അടുത്ത് വരികയാണ്. അപ്പോൾ അതിനുള്ള ഒരു ബൗദ്ധിക സപ്പോർട്ട് കൊടുക്കാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം നമ്മുടേതാണ്. എപ്പോഴും പരമേശ്വർജി പറഞ്ഞു തന്നാൽ, ഞാൻ അത് നമ്മുടെ സമിതിയിലും പറഞ്ഞു, 3 കാര്യങ്ങൾ നമ്മളെപ്പോഴും ഓർക്കണം. അതാണ് നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത്. ഒന്നാമത്തത്, സഞ്ജയേട്ടൻ നമ്മൾ ഉച്ചയ്ക്കിരുന്നപ്പോഴും പറഞ്ഞു, സമ്പർക്കം. അതിലേക്കൂടി മാത്രമേ സംഘടന വളർത്താൻ സാധിക്കുള്ളൂ. നിരന്തരമായിട്ടുള്ള സമ്പർക്കം. ആ സമ്പർക്കത്തിൽ കൂടിയാണ് ഇപ്പോൾ വൈസ് ചാൻസലർമാർ നമ്മുടെ വേദികളിലേക്ക് വരുന്നത്. മുമ്പ് ഞാൻ 82 മുതൽ ഈ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. വളരെ പ്രയാസമാണ്. ആകെ സംഭവിച്ചത്, പരമേശ്വർജിയുടെ ഒരു പ്രഭാവം കൊണ്ട് മാത്രം ആലുവയിൽ കേരളത്തിലെ എല്ലാ വൈസ് ചാൻസലർമാരും പങ്കെടുത്ത ഒരു പരിപാടി നടത്താൻ സാധിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാവമാണ്. ആ പ്രഭാവം ഓരോ വ്യക്തിയിലേക്കും വരും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സമ്പർക്കം, സൗഹൃദം, അതിൻ്റെ മാതൃകയാണ് നമ്മുടെ ആചാര്യൻ.
പ്രതിപക്ഷത്തോടാണ് അദ്ദേഹത്തിന് കൂടുതൽ പ്രതിപത്തി. അവിടെയാണ് അദ്ദേഹം കൂടുതൽ സൗഹൃദമുണ്ടാക്കുന്നത്. എതിരിടുന്നതിനോട് സൗഹൃദം ഡോക്ടർ ജി കാണിച്ചു തന്നതാണ്. എതിരാളിയെ അധ്യക്ഷനായിട്ട് വിളിച്ചു എന്നൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ചിന്തിക്കുന്ന സമയത്ത് എതിരാളിയെ പോലും, ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ പോലും സുഹൃപക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള ഒരു സൗഹൃദം നമുക്കുണ്ടാവണം. നമ്മുടെ മിഷൻ തന്നെ സംവാദത്തിലേക്കൂടിയാണ്. സംഘടന നമ്മുടെ വഴിയല്ല. നമ്മൾ പറയാനുള്ളത് തുറന്ന് പറയും, ചാനലിൽ പോയിട്ട് പറയാനില്ല. ഇന്നലെ തന്നെ നമ്മുടെ സ്വന്തം ബൈറ്റിന് വേണ്ടി വന്നപ്പോൾ ഞങ്ങൾക്കതിൽ താല്പര്യമില്ല. ബൈറ്റ് എടുക്കാനല്ലല്ലോ ഇവിടെ വന്നത്, എങ്കിലും ബൈറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബൈറ്റ് കൊടുത്തു. നമുക്ക് പറയാനുള്ളത്, ഹൃദയപൂർവ്വം സംസാരിക്കാനുള്ളത് ഇതാണ്. പരമേശ്വർജി പറഞ്ഞ അതിനോട് ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. അത് സംഘടനയ്ക്ക് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ്. നമ്മൾ സാമ്പത്തിക കാര്യം മറന്നു പോകരുത്. സമ്പത്തില്ലാതെ ഒന്നും നടക്കില്ല. പ്രത്യേകം ഒരു സാമ്പത്തിക കാര്യ വിദഗ്ധനും കൂടിയായ ഒരു മാനേജ്മെൻറ്റ് അധ്യാപകനായതുകൊണ്ട് സമ്പത്തില്ലാതെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. രംഗനാഥാനിജിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അദ്ദേഹം പണം കൈകൊണ്ട് തൊടില്ല. പക്ഷെ കാര്യങ്ങൾ നടന്നു പോകണ്ടേ, ഇല്ലേ? കാര്യങ്ങൾ നടക്കണമെങ്കിൽ പണം വേണം. അപ്പോൾ നമ്മുടെ ചിന്താ പദ്ധതിയിൽ സമ്പത്ത് കൂടി വേണം. സമ്പത്ത് കൂടി ചേർത്ത് കൊണ്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് വരണം. എങ്കിൽ മാത്രമേ 26 ശുഭകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കോഴിക്കോട് നഗരം തന്ന സ്വീകരണത്തിനും സ്നേഹപൂർവ്വമുള്ള പെരുമാറ്റത്തിനും സദ്യയ്ക്കും എല്ലാം സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ നന്ദി പറഞ്ഞു. ഒരുപാട് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് രവീന്ദ്രൻ സാറിനെ കേൾക്കുന്നത് പുതിയൊരു വിഷയമാണ്. അർത്ഥശാസ്ത്രമൊക്കെ നമ്മൾ വിട്ടു, ആയുർവേദമൊക്കെ ആവശ്യത്തിന് ആണ്. ആസ്ട്രോണമി വല്ലവരും സദസ്സിൽ സംസാരിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് കൊച്ചു കുട്ടികൾ വന്നിട്ട്, മുത്തശ്ശ അത് AI മെയ്ഡ് ആണ്, ക്രിയേറ്റഡ് ആണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ശ്രീകൃഷ്ണനും യശോദയൊക്കെ ഇങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് കൂടി ഓടി നടക്കുകയാണ്, AI. അപ്പോൾ ആ വിഷയത്തിലാണ് സംസാരിക്കുന്നത്. എങ്ങനെ ഫലപ്രദമായി അത് വ്യക്തികൾക്കും സംഘടനക്കും രാഷ്ട്രത്തിനും പ്രയോജനപ്പെടുത്താം എന്നതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിഷയം. അത് സംസാരിക്കാനായിട്ട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രൊഫസർ CV ജയമണി, ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ, ഏറെ ആദരണീയനായ ശ്രീ സഞ്ജയേട്ടൻ, ഡോക്ടർ PC മധുരാജ്, ഡോക്ടർ N സന്തോഷ് കുമാർ, ഡോക്ടർ S ഉമാദേവി, ഡോക്ടർ P ബാലഗോപാലൻ, സദസ്സിലിരിക്കുന്ന ഏറെ വിശിഷ്ട വ്യക്തികളെ, സഹോദരീ സഹോദരന്മാരെ, ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ 43ാം വാർഷിക സമ്മേളനത്തിൽ, ഇതിൻ്റെ ഈ സമാപന സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. 3 ദിവസം നടന്ന ഈ ചർച്ചകൾ പല പല വിഷയങ്ങളും ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അറിവിൻ്റെ പല ശാഖകളും വിദഗ്ധരെ കൊണ്ട്, വളരെ വിദഗ്ധരായ വ്യക്തികൾ ഇവിടെ വന്ന് ക്ലാസ്സുകൾ എടുക്കുകയുണ്ടായി. ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ഞാനൊരു കെമിസ്ട്രി പ്രൊഫസറാണ്. ഞാനൊരു നാനോ ടെക്നോളജി, അതുപോലെ ഗ്രീൻ കെമിസ്ട്രി, അത്തരം മേഖലകളിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ വിദ്യാഭ്യാസം, പ്രശ്നങ്ങളും സാധ്യതകളും എന്നുള്ളൊരു വിഷയം, ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ തന്നെ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിൽ ഇവിടെ പലരും സംവദിച്ചു കഴിഞ്ഞിരിക്കും. ഇവിടെ ഇരിക്കുന്ന വ്യക്തികളെല്ലാവരും പണ്ഡിതരാണ് എന്ന് രീതിയിൽ, കാരണം ധാരാളം എഴുത്തും വായനയും ഒക്കെ ഉള്ള ആളുകളാണ് ഈ വിചാരകേന്ദ്രവുമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം.
പലപ്പോഴും ഈ സദസ്സിലിരിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണകളുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവും എനിക്കുണ്ട്. വിദ്യാഭ്യാസം ഏതൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ മുന്നോട്ട് നയിക്കേണ്ടത്, കാരണം നാളെ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പദ്ധതി, ഒരു സമൂഹത്തിൻ്റെ പദ്ധതി രൂപപ്പെടുന്നത് വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു പ്രക്രിയയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി കഴിഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തെ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, നയരൂപീകരണങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ സാങ്കേതിക രംഗത്ത് വരുന്ന മാറ്റങ്ങൾ, ഈ വിദ്യാർത്ഥികളിൽ വരുന്ന മാറ്റങ്ങൾ, കാരണം നമ്മുടെ സാങ്കേതിക രംഗത്ത് വരുന്ന ഈ മാറ്റങ്ങളെല്ലാം വിദ്യാർത്ഥികളെയും കാര്യമായിട്ട് മാറ്റുന്നുണ്ട്. പുതിയ പുതിയ സംസ്കാരങ്ങൾ നമ്മളറിയാതെ തന്നെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെർസെപ്ഷൻ. ഹൗ ഡു യു പെർസീവ് സംതിങ്? പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പഠനം, ഒരു അറിവൊക്കെ നമ്മൾ ആർജിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇപ്പം നമ്മളൊരു സ്കൂൾ വിദ്യാർത്ഥിയൊക്കെ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആകെ ഉണ്ടായിരുന്നത് ഈ പാഠപുസ്തകങ്ങൾ, അത് അക്ഷരങ്ങളെ വായിക്കുക, അല്ലേ? അക്ഷരങ്ങൾ വായിക്കുന്നു, അതിൽ നിന്ന് നമ്മളൊരു അർത്ഥം ഉണ്ടാക്കിയെടുക്കുന്നു, വാക്യങ്ങളിൽ നിന്ന് അർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു, അർത്ഥങ്ങൾ പിന്നീട് ആശയങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കടന്നു പോയിട്ടുള്ള ഒരു, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠപുസ്തകം, നമ്മളൊരു നോവൽ വായിക്കുന്നു, ഇപ്പോൾ ഒരു ദേശത്തിൻ്റെ കഥയെക്കുറിച്ചൊക്കെയുള്ള പറഞ്ഞു ജയമണി സാർ പറഞ്ഞു, അല്ലെങ്കിൽ MTയുടെ കാലോ അതുപോലെ മറ്റ് നോവലുകളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു പുസ്തകമാണ്, അതിനകത്ത് അക്ഷരങ്ങൾ മാത്രമാണ്. ആ അക്ഷരങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ വലിയ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അനുഭവങ്ങളെക്കുറിച്ചുള്ള അത്തരത്തിലെല്ലാം നമ്മൾ സ്വാംശീകരിച്ചത്. SK പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണങ്ങൾ, ഒരുപക്ഷെ മലയാളത്തിൽ ഇത്രയേറെ യാത്രാവിവരണങ്ങൾ എഴുതിയ ഒരു മഹാവ്യക്തി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ബാലിദ്വീപ് പോലെയൊക്കെയുള്ള പുസ്തകങ്ങളായിരുന്നു അന്ന് ഇന്തോനേഷ്യയിൽ കിടന്ന ബാലിദ്വീപിലെ ജീവിതത്തെക്കുറിച്ച് നമുക്ക്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയും. ഒന്ന്, ഈ വായനയും യാത്രയുമാണ് മനുഷ്യനെ വലുതാക്കുന്ന രണ്ട് കാര്യങ്ങളെന്ന് എപ്പോഴും പറയും. കാരണം മറ്റൊരാളുടെ അനുഭവങ്ങളെ ഈ പറയുന്ന അക്ഷരങ്ങളിലൂടെ ആ ഒരു പെർസെപ്ഷൻ നമുക്ക് നമ്മുടേതായ ഒരു അനുഭവമാക്കി മാറ്റിയെടുക്കുവാനും, മറ്റൊരു സംസ്കാരത്തെ, ഇതുപോലെയൊരു സംസ്കാരം മറ്റൊരിടത്തുണ്ട്, ലോകത്ത് മറ്റൊരിടത്തുണ്ട്, നമ്മുടെ സംസ്കാരം മാത്രമല്ല മറ്റൊരു സംസ്കാരം അപ്പുറത്ത് മറ്റൊരു ചില മൂല്യങ്ങളുമായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ഈ അറിവും വിശാലമായൊരു ലോകത്തേക്കുള്ള നമ്മുടെ വാതായനങ്ങളായിട്ട് ഈ വെളുത്ത പേജിൽ കറുത്ത അക്ഷരത്തിൽ എഴുതിയിരുന്ന നമ്മുടെ ആ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് നമ്മൾ ആർജിച്ചിരുന്നത്. അതൊരു പ്രോസസ്സാണ്, ഇറ്റ് ഈസ് എ പ്രോസസ്സ്. നമ്മളത് കാണുന്നു. അതിന് ശേഷം പിന്നീട് റേഡിയോ ഒക്കെ നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരത്തിലായി. അപ്പോൾ നമ്മൾ ശ്രവ്യമായിട്ട് നമ്മളത് കേട്ടു തുടങ്ങി, വേറെ ആൾ നമുക്ക് വാർത്തകൾ വായിച്ചു തുടങ്ങി. നമ്മൾ നാടകങ്ങൾ നമ്മൾ കൃത്യമായിട്ട്, ഇപ്പോൾ നമ്മളൊരു സ്റ്റേജിലൊരു നാടകം കാണുന്നത് പോലെയല്ല ആൾ ഇന്ത്യ റേഡിയോയുടെ ഒരു റേഡിയോ കേൾക്കുന്നത്. ഞാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. നമ്മൾ ആൾ ഇന്ത്യ റേഡിയോ കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചോ നമ്മുടെ മുന്നിൽ കഥാപാത്രങ്ങളൊന്നുമില്ല. നമ്മൾ കേൾക്കുന്ന ഈ ശബ്ദങ്ങളിൽ നിന്ന് നമ്മളൊരു നാടകത്തിന് ആ ഒരു പെർസെപ്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ടെലിവിഷൻ വരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ടെലിവിഷൻ വരുന്നതിന് മുമ്പ് 83 ഇന്ത്യ ലോകകപ്പ് നേടിയ കാലഘട്ടത്തിൽ വെറും ഒരു ക്രിക്കറ്റ് കമൻട്രി നമ്മൾ ചെറിയൊരു റേഡിയോ വെച്ചുകൊണ്ട്, ഒരുപക്ഷെ ഇന്ന് നമ്മളൊരു സ്റ്റേഡിയത്തിൻ്റെ എല്ലാ ടെലിവിഷൻ ചാനലും ഉണ്ടായിട്ട് നമുക്ക് കിട്ടുന്നതിനേക്കാൾ വലിയൊരു പെർസെപ്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അന്ന് ഈ പറഞ്ഞ ചെറിയ റേഡിയോയിൽ ഒരു കമൻറ്റേറ്റർ ഇത് പറയുമ്പോൾ, കാരണം അതിൻ്റെ പിന്നാലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. നിങ്ങളുടെ ക്രിക്കറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ജ്ഞാനം, എന്താണ് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം എങ്ങനെയാണ്, അതിൻ്റെ ഓരോ പൊസിഷൻസ് എങ്ങനെയാണ്, ബാറ്റ്സ്മാൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾക്ക് നമ്മുടെ
RK നാരായണൻ പോലെയൊക്കെയുള്ള ഒരു കമൻറ്റേറ്റർ, JP നാരായണനെ പോലെയുള്ള ഒരു കമൻറ്റേറ്റർക്ക് കൃത്യമായിട്ട് എന്താണ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുള്ളത്, നമ്മളൊരു ക്രിക്കറ്റ് കളി മുഴുവൻ പെർസീവ് ചെയ്യുന്നത് ഈ ഒരു റേഡിയോയിൽ നിന്ന്, അല്ലെങ്കിൽ R. മോഹൻ എഴുതുന്ന ഒരു ലേഖനത്തിൽ നിന്നൊക്കെ നമുക്കിത് കംപ്ലീറ്റ് എന്ത് നടന്നു എന്ന് പെർസീവ് ചെയ്യാം. അപ്പോൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വാട്ട് ഈസ് ആക്ച്വലി ഗിവൺ ആൻഡ് വാട്ട് ഈസ് ഇറ്റ് ഈസ് ബീയിങ് പ്രോസസ്ഡ് ഇൻ ടു. അപ്പം ആ പെർസീവ്ഡ് റിയാലിറ്റിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അറിവ് എന്നുള്ള രീതിയിൽ നമ്മളെ സംബന്ധിച്ച് ഓരോ വ്യക്തിക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യം. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഇന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ അത് വീഡിയോസാണ്. ഒരു ക്ലാസ് മുറികളിൽ പണ്ട് നമ്മളൊരു ക്ലാസ് മുറിയിൽ സാധാരണ ഇതിലൊരു ബ്ലാക്ക് ബോർഡിലൊക്കെ എഴുതിയിരുന്ന ഒരു കാര്യത്തിനെ വളരെ മനോഹരമായിട്ടിന്ന് വീഡിയോസൊക്കെ ആയിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ എഫർട്ട്ലെസ് ആയിട്ട്, അന്നൊരു പക്ഷേ നമ്മുടെ ബ്രെയിൻ വളരെയധികം എഫർട്ട് എടുത്ത് നമ്മൾ ആ ഒരു പെർസെപ്ഷൻ ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു സാധനത്തിനെ ഇന്ന് അത്രയൊന്നും എഫർട്ടില്ലാതെ ഇതിനെ നമുക്ക് ഒരു കുട്ടിക്ക് ലഭ്യമാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു കഴിവായിട്ട് കണക്കാക്കിയിരുന്നത് മെമ്മറിയാണ്. നമുക്ക് എത്രമാത്രം നമുക്ക് ഓർമ്മശക്തി ഉണ്ടെന്നുള്ളത് അപ്പോൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനുള്ള പല സിദ്ധികളും അല്ലെങ്കിൽ പല രീതികളൊക്കെ, ഈ അക്ഷരശ്ലോകങ്ങളൊക്കെ ബൈഹാർട്ടാക്കുക, അങ്ങനെ ഒരു അക്ഷരശ്ലോക മത്സരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മ, അതുപോലെ നമ്മുടെ ഈ പറയുന്ന ഇതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ഇതൊക്കെ ഒരു പക്ഷേ എഫർട്ട്ലെസ്സായിട്ട്, കുറച്ചുകൂടി എഫർട്ട്ലെസ്സായിട്ട് ഇന്നത്തെ ഒരു കാലത്ത് ഒരു വീഡിയോയിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് കിട്ടാൻ കഴിയും. പക്ഷെ അതിനർത്ഥം ഈ നമ്മുടെ മറ്റേ ഇത് മോശമായിരുന്നല്ല, ഒരുപക്ഷെ നമ്മളെ ട്രെയിൻ ചെയ്യുന്നതിൽ ഈ ഇല്ലാത്ത കാലം ഉള്ള കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ ഉപയുക്തമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഒരാളുടെ വ്യക്തിപരമായുള്ള നിങ്ങളുടെ ശേഷി, നിങ്ങളുടെ ബുദ്ധിയുടെ മെമ്മറിയായി കഴിഞ്ഞാലും അതുപോലെ അതിനപ്പുറത്തുള്ള അതിനെ വിശകലന ബുദ്ധിയും അതിനെ ഓരോന്നിനെയും വിശ്ലേഷണം നടത്തുവാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള കഴിവൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഇൻ്റലിജൻസ്, ആ ഒരു സിസ്റ്റം, അത് അപ്രസക്തമാണ് എന്ന് ഇന്നൊരിക്കലും നമ്മൾ കരുതരുത്. കാരണം അൾട്ടിമേറ്റ്ലി ദാറ്റ് അലോൺ വിൽ സേവ് യു. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമ്മൾ പറയുന്ന എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് ജെൻസി എന്ന് പറയും. അത് ജെൻസി എന്ന് വയ്ക്കാൻ കാരണം ഇതിനപ്പുറത്താരും ഇല്ല, അത് അവസാനത്തെയാണെന്നുള്ള രീതിയിലുള്ളൊരു അപകടം അതിൽ കിടക്കുന്നുണ്ടെന്ന് നമ്മൾ പറയും. അത്രയ്ക്കൊന്നുമില്ല. കാരണം ദേ ആർ ഓൺലി കണക്റ്റിങ്. ഇനി വരാൻ പോകുന്ന തലമുറ ഇതിനേക്കാൾ എത്രയോ വ്യത്യസ്തമായൊരു തലമുറയായിരിക്കും. നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, അതിനെ അപ്പുറത്ത് വ്യത്യസ്തമായ ഒരു തലമുറയായിരിക്കും ഇനി വരാൻ പോകുന്ന തലമുറ. അതിലും വ്യത്യസ്തമായിരിക്കും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന തലമുറ. ആ തലമുറകളുടെ ആ ഒരു ശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ് നമ്മൾ ജെൻസി എന്ന് പറഞ്ഞ് അവരെ പോലും ഭീതിപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ ഉള്ളൊരു കാലഘട്ടം വരുന്ന സമയത്ത് we have to realize that there are also other developments that are taking place. I was talking the other day, humanoid robots പറഞ്ഞാൽ റോബോട്ട്സ് ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ഇപ്പോൾ ക്ലീനിങ്ങിനൊക്കെ ഉള്ള റോബോട്ടുകൾക്ക് ആൾറെഡി എത്തി. പക്ഷെ അത്തരത്തിലുള്ള റോബോട്ടുകളല്ല, സ്വന്തമായിട്ട് ചിന്തിക്കുവാൻ കഴിയുന്ന, സ്വന്തമായിട്ട് ഫീൽ ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ ഇമോഷൻസിനോട് വികാരങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന, നമ്മളോട് സഹവസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഹ്യൂമനോയിഡ് റോബോട്ട്സ്. ഈ റോബോട്ടുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റോബോട്ടുകൾക്ക് നമ്മളെക്കാൾ ശക്തി ഉണ്ടാകാം, നമ്മളെക്കാൾ സൗന്ദര്യം ഉണ്ടാകാം. കാരണം യു ക്യാൻ ഡിസൈൻ ഇറ്റ് ഇൻ എനി വേ ദാറ്റ് യു വാണ്ട് വിത്ത് ദ ന്യൂ മെറ്റീരിയൽസ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ പ്ലൻറ്റി എനിവെയർ. ആൻഡ് മെനി ഓഫ് യു വുഡ് ഹാവ് ആക്ച്വലി സീൻ ഹൗ ഇറ്റ് ആക്ച്വലി വർക്ക്സ് ഇൻ. കാരണം ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റ് യുഗത്തിൽ യു ഹാവ് ഗോട്ട് ആൾ ദോസ് തിങ്സ് ആൻഡ് യു ഓൺലി ഹാവ് ടു ഗിവ് പവർ. And you can actually program the way that it should restrict itself. It can restrict, it should not get angry. Somebody who is, നമ്മൾ മനുഷ്യരാണ്, അപ്പോൾ നമ്മളുടെ വൈകാരികമായിട്ടുള്ള ചില തലങ്ങളിൽ sometimes you will get angry, but robots may not get angry. The teachers may get angry and so you have a teacher who may not get angry. അതിനപ്പുറത്ത് ഈ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രോസസ്സിങ് സ്പീഡിനേക്കാളും എത്രയോ കൂടുതൽ പ്രോസസ്സിങ് സ്പീഡുകളിലാണ്
വേൾഡ് വൈഡായിട്ടുള്ള ഈ മെമ്മറി മുഴുവൻ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ക്ലൗഡ് മെമ്മറി, ദ ഹോൾ ഓഫ് ക്ലൗഡ് മെമ്മറി ക്യാൻ ബി ആക്സസ് ത്രൂ ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ്. അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ഹ്യൂമനോയിഡ് റോബോട്ട്സ് നമ്മളുടെ ഇടയിലേക്ക് വരികയാണ്. കുട്ടികൾ ഇപ്പോൾ ഞാൻ വാസ് ഇൻ എ ഡിസ്കഷൻ ഓൺ ദി സബ്ജക്ട് വിത്ത് സം എക്സ്പേർട്സ്. So what they say is, in the next 5 years you will see that about 5 crore humanoid robots will be in place between us. അപ്പോൾ ഇതുകൊണ്ടാണ് പലരും പറയുന്നത് ഇന്നുള്ള പല ജോലികളും നമ്മൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ്, അപ്പ് സ്കില്ലിങ്, ഏതൊക്കെ തരത്തിലുള്ള സ്കിൽ ചെയ്യാമെന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന പല ജോലികളും കുറച്ച് കാലം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതിനർത്ഥം നമുക്കൊക്കെ ജോലി ഇല്ലാതാവുന്നില്ല. ഞാനിപ്പോഴും ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു പുതിയ സാധ്യതയായിട്ട് കാണുന്നു, അല്ലാതെ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് അതിനേതെല്ലാം സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, വിദ്യാഭ്യാസം മാത്രമല്ല, വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങളൊരു വിഷയം അത് വെച്ചപ്പോൾ ഞാൻ വൈസ് ചാൻസലർ ആയതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് വെച്ചു എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പോലെ an all-pervasive topic, it is going to affect most of the areas of our life. ഇപ്പോൾ നോക്കൂ, നമ്മുടെ എല്ലാം വീടുകളിൽ മക്കളൊക്കെ ഒന്നുമില്ല വിദേശത്താണ്, അല്ലെങ്കിൽ ബാംഗ്ലൂർ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമാണ്, and they are not able to come and stay with us. Just imagine you have a companion at home, somebody who actually works for us, who takes care of us. വീടുകളിൽ രക്ഷിതാക്കളെ നോക്കുന്ന, നമ്മളെപ്പോലെയുള്ള, നമ്മളെ പോലെ കാര്യങ്ങളെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന, ഡോക്ടർ പറയുന്ന മരുന്നുകളൊക്കെ കറക്റ്റ് സമയത്ത് എടുത്തു കൊടുക്കാൻ പറ്റുന്ന, വീട് വൃത്തിയാക്കി വയ്ക്കാൻ പറ്റുന്ന, പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കാൻ പറ്റുന്ന, ഇതെല്ലാം കഴിയും. കാരണം ഒരു പുസ്തകം വായിച്ചു കൊടുക്കുവാൻ പറ്റും. അത് നിങ്ങൾക്ക് ഒരു മോഹൻലാലിൻ്റെ ശബ്ദത്തിൽ വേണോ, മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ വേണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശബ്ദത്തിൽ വേണോ എന്നും തീരുമാനിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തൊരു മെഷീൻ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഇത് ഇവിടെ മാത്രമല്ല, എല്ലാ ഓഫീസുകളിലും ഉണ്ടായിരിക്കും, ഫാക്ടറികളിലുണ്ടാകും. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത്, നമ്മൾ ആശുപത്രികളിൽ പോകുന്ന സമയത്ത് ഒരു നേഴ്സ്, നമ്മൾ കാണുന്ന ഒരു നേഴ്സ്, വളരെ സ്നേഹത്തോടു കൂടി നമ്മളെ പരിചരിക്കുന്ന ഒരു നേഴ്സിംഗ് സ്റ്റാഫ്, മെയിൽ ഓർ ഫീമെയിൽ, നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതുപോലൊരു മെഷീനാണ്. And they are able to perceive everything. They know medical, what the practices. They are skilled. They are getting upskilled every day, because you have access to all the information around the world. Atharathilullor machine, suppose they are able to take care of you in the hospital. Just imagine how wonderful it could be. കാരണം എന്താ വെച്ചാൽ ഈ പറയുന്നതാണ്, ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്ക് ദേഷ്യം വരരുതെന്ന് പറഞ്ഞാൽ, ചില ഇമോഷൻസ് നമ്മൾ എടുത്ത് കളയണമെന്ന് പറഞ്ഞാൽ, യു ഓൺലി ഹാവ് ടു probably delete some of the emotions. If you need to put extra care, means you only have to add some parameters. So you will be able to customize the kind of caregiver you have. Doctors, ഇത്തരം ഒരുപാട് മേഖലകളിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഈ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഒരു പക്ഷേ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ആക്സസ് ചെയ്ത ഇന്ത്യക്കാരിൽ ഒരാളാണ് ആദ്യം. പക്ഷേ ഈ പറയുന്ന ആ കാലഘട്ടത്തിലൊന്നും ഒരിക്കലും അന്ന് ഇൻ്റർനെറ്റിനെ കുറിച്ചൊക്കെ ആളുകൾ പറയുന്ന സമയത്ത് വാട്ട് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ഡു, യുവർ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ഡു എന്നൊക്കെ പറയുമ്പോൾ 1972 മറ്റോ മൊബൈൽ ഫോൺസിനെ കുറിച്ച് അന്നത്തെ ഒരു സയൻറ്റിസ്റ്റ്, ഒരു ടെക്നോളജി ലീഡർ വാസ് സ്പീക്കിംഗ് വാട്ട് ആൾ ഇറ്റ് ക്യാൻ ഡു എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്നുള്ളത്. ഈവൻ യൂസിങ് ഇൻ്റർനെറ്റ്, യു നെവർ കുഡ് ഹാവ് ഇമാജിൻഡ് ദാറ്റ് ദിസ് ഈസ് ദ കൈൻഡ് ഓഫ് എ വേൾഡ് വിച്ച് ഈസ് അൺഫോൾഡിങ് ബിഫോർ യു. കാരണം അന്ന് ഈ കമ്പ്യൂട്ടറുകളുടെയോ അല്ലെങ്കിൽ കാരണം മെമ്മറിയൊക്കെ വളരെ കുറവാണ്. നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 MB എന്നൊക്കെ പറയും, വലിയ മെമ്മറിയാണെന്ന്. 400 MB എന്ന അവിടുത്തെ ഏറ്റവും വിശുദ്ധമായ, ആൾക്കാർ ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ടാണ് ആ മുറിക്ക് കയറുള്ളൂ. അത്തരത്തിലുള്ള കമ്പ്യൂട്ടറുകളാണ് ഈ 400 MB കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടറൊക്കെ വെച്ച് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല എന്ത് വി ക്യാൻ ഡു ആൾ ദീസ് തിങ്സ് എന്നുള്ളത്. നമ്മൾ അന്ന് വയർലെസ് ലോക്കൽ ലൂപ്പ് ടെലിഫോൺസൊക്കെ ആയിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ഡിസ്കഷൻ.
In fact, one of the IIT professors, Ashok Jhunjhunwala, got his Padma Shri because of the development of wireless local network, WLL phones. പക്ഷേ അതൊക്കെ മാറി. It was not a change, it was a transformation. It was a very fast transformation that you see in the communication technologies. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ വെച്ചിട്ട് ഒരു കുട്ടികൾ അവർ ലോകം മുഴുവൻ അവർക്ക് ഗുരുനാഥന്മാരാണ്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, കുറേ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ മൊബൈൽ മിസ്യൂസ് ചെയ്യുന്നത്. കുട്ടികൾ മിസ്യൂസ് ചെയ്യുക. അപ്പോൾ പാരൻ്റൽ കൺട്രോൾസ്, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് കോവിഡ് കയറി വന്നത്. കോവിഡ് കയറി വന്നതോടുകൂടി മൊബൈൽ ഇല്ലാതെ വിദ്യാഭ്യാസം സാധ്യമല്ല. എല്ലാ കുട്ടിക്കും ഒരു മൊബൈൽ എന്നുള്ളത് അല്ലേ നമുക്കറിയാം. അപ്പോൾ ഇനി അത് കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ആക്സസ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം ഓൾ അറൗണ്ട് ദ വേൾഡ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് ഫൈൻ ആർട്സിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾ, അപ്പോൾ എനിക്കറിയാം എൻ്റെ മോനൊക്കെ അവന് ഉള്ള താല്പര്യങ്ങൾ. അപ്പോൾ he actually takes classes from experts in many countries. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഇന്ന് ലോകം മുഴുവൻ കുട്ടികൾക്ക് ഗുരുനാഥന്മാരാണ്. അപ്പോൾ ഹൗ ഡസ് എ ടീച്ചർ ട്രാൻസ്ഫോം ഇൻ ദിസ് സ്റ്റേജ്? ഹൗ ഡസ് വാട്ട് എ ടീച്ചർ ക്യാൻ ഡു എന്നുള്ളതാണ്. ഞാൻ പറയാറുണ്ട്, ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ നാച്ചുറൽ ഇൻ്റലിജൻസ് നമുക്ക് അബണ്ടൻ്റായിട്ട് വേണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഓൺലി വേ ദാറ്റ് പാർട്ട് ക്യാൻ ബി സോൾവ്ഡ്. നമ്മൾ പറയില്ലേ, നമ്മളൊരു കാലത്ത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഹൂ ഈസ് ഇൻ്റലിജൻറ്റ് ഇൻ ടേംസ് ഓഫ് ഇൻ്റലിജൻസ്. നമുക്ക് ഈ സൂര്യന് നമ്മൾ നമസ്കരിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരാളെ, അല്ലെങ്കിൽ ഇപ്പം പ്രകൃതിയാണ്, നേച്ചർ. അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നി. എന്താ കാര്യം വെച്ചാൽ ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന ഈ ചെറിയ നേച്ചർ എന്നുള്ള ഈ ഹോം എർത്ത് എന്നുള്ള ഈ ഭൂമി, ഇവിടെ കിട്ടുന്ന ഈ ഊർജ്ജം മുഴുവൻ, വാട്ട് എവർ ഫോംസ് ഓഫ് യൂർ എക്സെപ്റ്റ് ന്യൂക്ലിയർ ഫോംസ് ഓഫ് എനർജി, ഓൾ അതർ ഫോംസ് ഓഫ് എനർജി ഈസ് ജസ്റ്റ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദ സൺ. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതും ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് സൂര്യൻ വരുന്നത് ഒരു 5 മണിക്കൂർ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സബ്സീറോ ടെമ്പറേച്ചേഴ്സിലേക്ക് പോകുന്നതും ഈ ജീവിതം കംപ്ലീറ്റ് മാറ്റിമറിയുന്നതും എങ്ങനെയാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കേണ്ടത്. ബാക്കി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജങ്ങൾ മുഴുവൻ ഇറ്റ്സ് ആക്ച്വലി ഇൻ എ വേ കണക്റ്റഡ് ടു ദി സോളാർ എനർജി. അപ്പോൾ നമ്മുടെ ലൈഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മച്ച് ഇറ്റ് ഈസ് ഇൻഡെപ്റ്റഡ് ടു സൺ എന്നുള്ള ഒരു ഇത് വരുന്ന സമയത്ത് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെയർ ആക്ച്വലി ദിസ് ട്രാൻസ്ഫർമേഷൻ ദറ്റ് ഐ ഫെൽറ്റ് ലൈക്ക് നേച്ചർ. ദർ ഈസ് നത്തിങ് മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് മോർ ഇൻ്റലിജൻറ്റ് ദാൻ നേച്ചർ. ഇപ്പം നമ്മളെപ്പോഴും പറയും ബയോളജിക്കൽ സ്റ്റുഡൻറ്റ്, നമ്മളെപ്പോഴും ഈ നാച്ചുറൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇപ്പോൾ സയൻറ്റിസ്റ്റുകളെ കുറിച്ച് ദേ ആർ ഓൾ ഫുള്ളി അവെയർ ഓഫ് ദാറ്റ്. ദർ ഈസ് നത്തിങ് മോർ ഇൻ്റലിജൻറ്റ് ദാൻ നേച്ചർ ആക്ച്വലി. ഇപ്പോൾ ബയോളജിക്കൽ സയൻസൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഈ DNA ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോഡിങ്, നമ്മുടെ ഈ ലോകത്ത് 2 പേർ ഒരേപോലെ ഇല്ല. അല്ലെങ്കിൽ 2 ഫിംഗർ പ്രിൻ്റ്, നമ്മൾ ഫിംഗർ പ്രിൻ്റ് വെച്ച് മാർക്ക് ചെയ്യാൻ കാരണം വെച്ചാൽ 2 പേരുടെ ഫിംഗർ പ്രിൻ്റ് ഒരേപോലെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്, അല്ലേ? ഇത്ര കൃത്യമായിട്ട് ഈ നമ്മൾ കോഡിങ്ങിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ട്, കമ്പ്യൂട്ടർ കോഡിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാൻ യു എവർ ഇമാജിൻ ദ വേ ദറ്റ് മില്യൺസ് ഓഫ് സ്പീഷീസ്, not just human being is one among that, millions of species starting from the microorganisms to much more evolved species like human beings. ഇതിനകത്ത് in each one of them, each butterfly is different, each human being is different, each plant is different. The way that nature has worked, the way that this coding has been done in nature, I always use the word coding when you go to DNAs or RNAs, and when you look at it, you can see the way how intelligent the natural systems are. അപ്പോൾ ഇത് ഈ ഒരു തിരിച്ചറിവ് സത്യത്തിൽ ഇന്ന് ബയോളജിക്കൽ സയൻസിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ദറ്റ് വി ഓൾവേസ് തിങ്ക് ദറ്റ് ദ നേച്ചർ ഹാസ് ട്രിമൻഡസ് ഇൻ്റലിജൻസ്, പ്രോബബ്ലി നമുക്ക് അൺടാപ്ഡ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഉള്ള ഒരു ഫീൽഡാണ്. ഇപ്പോൾ നമ്മളത് ടാപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഹോർട്ടിക്കൾച്ചറിലൊക്കെ നമുക്കില്ലേ, ഒരു പ്ലാന്റിൽ തന്നെ വേണമെങ്കിൽ പലതരത്തിലുള്ള ഫ്ലവറിങ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കളർ ചേഞ്ച് ചെയ്യുക,
ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ആ കോഡിങ് എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ യു ക്യാൻ ആക്ച്വലി ട്രാൻസ്ഫോം വിത്ത് ലിറ്റിൽ ചേഞ്ചസ്, വാട്ട് കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ദാറ്റ് യു ക്യാൻ ഡു എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ന്യൂറോ സയൻറ്റിസ്റ്റ് ആൻഡ് കമ്പ്യൂട്ടർ ആർക്കിടെക്ട്സ്, they work actually in a very similar way. Some people say that how computer science has influenced the understanding of our brain. Because once they started understanding how the system works, you have got a boot sector, you have got memory, you have got this, you have got that. And that understanding actually helped people to get a better perception of probably how the brain works. And the people who are working with the brain and their neural network systems and all the way that they have been understanding that subject, that actually helped the computer scientists actually to have neural network frameworks in their computers. So this is actually a kind of something, working together. So how are we going forward? എനിക്ക് തോന്നിയത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ it is going to be a transformative evolution which we are going to see in the field of education. അതിന് കാരണം ഇതാണ്. കാരണം നമ്മൾ ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത പല രീതികളിലേക്കും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റുവാനുള്ള ശേഷിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം നമുക്ക് വേണ്ടത് ഈ തിരിച്ചറിവ്. ഇറ്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ ദാറ്റ് വി നീഡ് ടു ഹാവ് ഡിസ്ക്രീഷൻ ആൻഡ് വി നീഡ് ടു ഹാവ് എ ഡിസ്ക്രിമിനേറ്ററി അപ്രോച്ച് ടു ദ നോളജ് ഓർ ദ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ് ദാറ്റ് ആർ ഗോയിങ് ടു ഇവോൾവ് ഇൻ ദി നെക്സ്റ്റ് ഫ്യൂ I would say decades. You don't even have to take it forward. I think probably in another 10 years you will see the kind of changes which you are experiencing. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഈ സിലബസുകൾ, കൃത്യമായൊരു സിലബസിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം എന്ന് പറയുന്നതോ ഒന്നുമൊക്കെ അപ്രസക്തമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ വെദർ യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് എ ജോബ് എന്നുള്ളത് മാത്രമായിരിക്കും കുറച്ച് കാലം കഴിയുമ്പോൾ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു വിദ്യാർത്ഥി ഒരു ബിരുദം നേടിപ്പോകുന്ന സമയത്ത് അവൻ ഇന്ന കാര്യങ്ങൾ ഇന്ന തിയറീസൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. മാത്തമാറ്റിക്കൽ ഇന്ന മോഡലിംഗ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ ഇന്ന കാര്യങ്ങൾ അവർ അറിഞ്ഞിരിക്കണം, ചില ബേസിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അവർ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ആയിരിക്കും ഇത്. പക്ഷേ അപ്പോൾ അത് ആ ഒരു കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള ഒരു ഇത് ഫ്രെയിം ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും കാലം വിദ്യാഭ്യാസത്തെ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് മാറി ഇനി ഉള്ള കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഡിഗ്രി അപ്രസക്തമായി പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാവും നമ്മൾ പോകുന്നത്. സോ ഹൗ മച്ച് നോളജ് യു ക്യാൻ അക്വയർ ഇൻ എനി സ്പെസിഫൈഡ് ഏരിയ rather than your general. I'm not talking about the basic education. Basic education സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഉണ്ടെങ്കിലും there is a man making process in that. കാരണം ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ടു അക്വയർ എ ഗ്രേറ്റ് ലെവൽ ഓഫ് നോളജ്. അതിനപ്പുറത്ത് അവനെ സാമൂഹികമായിട്ട് ഒരു സുരക്ഷിതനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇവോൾവ് ചെയ്യുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് പ്രൈമറി എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 10ാം ക്ലാസ് വരെ ഒരു കുട്ടിയും തോൽക്കണ്ട എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം ആ സമയത്ത് തോൽക്കുകയല്ല വേണ്ട, അവൻ വളരുകയാണ് വേണ്ടത്. ചിലർ കുറച്ചധികം വളരും, ചിലർ കുറച്ചേ വളരുള്ളൂ. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലാവില്ല ഇനി അത് പോകുന്നത്. ഇത്തരത്തിലുള്ള ഈ നമ്മൾ വളരെ നാരോവായിട്ടുള്ള സ്ക്യൂഡായിട്ടുള്ള സിലബസുകളുടെയോ ക്ലാസ് റൂമുകളുടെയോ ഒക്കെ പുറത്ത് individuals will have their own way of building their own perceptions, their own capabilities, and their own way of envisioning things for future. നാളെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ ഓരോ വ്യക്തിക്കും കഴിയുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ വിദ്യാഭ്യാസം ഇൻഡിവിജ്വലൈസ് ചെയ്യപ്പെടാവുന്ന ഒരു കാലഘട്ടം. ഹയർ എഡ്യൂക്കേഷൻ particularly can get individualized. Like for example, if you have 10 students going through the same kind of era of education, each one of them will see the way that he acquires education. He will get skilled, upskilled in a way that is completely different from another person who is working in another area, or another person working the same area in another institution, or somebody who is even sitting next to him. So higher education is going to be something which is going to be very unique. Now the other side of what you are going to see is the ability of people to work together. This is again something which probably artificial intelligence may not give you. This is where natural intelligence. Because in the coming years, one of the most demanding things for students will be not just purely their intelligence, because they have
they have systems which have much better intelligence, much better capabilities, more robust, much more, more capable in terms of the brain processing. Systems will be available. So if somebody wants to work, you have systems. Now the ability to work with people, how you can actually work together as a team, that is going to be the way the higher education is going to be shaped with individuals for achieving greater things in life. How you actually work together with others, this emotional capability will be one of the major aspects that will govern success in higher education in the coming years. I think things are positive, because even when robotics or artificial intelligence and all these things come up, with your the natural awareness of the biological intelligence, as I call, which I think is much more at a higher level than what you call the artificial intelligence. So the more you acquire knowledge about the artificially intelligent systems and biologically intelligent systems, I'm sure that we will be able to do greater things. All these things will prop up more and more opportunities for higher education. Education means, when you say, there are two things. People are more concerned about the skill sets people have. But beyond that, there is much more scope for knowledge to evolve in the coming years. And we will be empowered more in terms of all these sectors. So higher education and the societal movement forward, how this is actually going to take place in the next few years, it is going to be a big challenge. And I'm sure that we have to be ready to accept those challenges and move forward. And new opportunities will definitely unfold. Let us hope that we will embrace a better world for all. Thank you very much.